ഇന്ത്യൻ സിനിമയെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ ഇന്ത്യൻ സിനിമ .ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിലെ ഉപശീർഷകങ്ങൾക്കെല്ലാം ഒരേ സ്റ്റൈൽ നൽകുന്നതിനായി ഈ ഫയൽ ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറന്ന് ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി സിനിമ എന്ന പേരിൽ പുതിയൊരു ഹെഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കുക. ഉപശീർഷകങ്ങൾ ചുവപ്പ് നിറത്തിൽ നൽകിയിരിക്കുന്നു. ഹെഡിംഗ് വിഭാഗത്തിലെ ഹെഡിംഗ് 2-ലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. ഫോണ്ട് ഫാമിലി കാൻഡറൽ, ഫോണ്ട് സൈസ് 110%, ഫോണ്ട് കളർ ഇൻഡിഗോ ഔട്ട്ലൈൻ. ലേഖനത്തിലുള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും സിനിമ എന്ന സ്റ്റൈൽ നൽകുക. മാറ്റം വരുത്തിയ ഫയൽ അതിനുശേഷം സേവ് ചെയ്യുക. An article on Indian cinema is given in the file indiancinema.ott in exam documents of form. To give all the subheading the same style, open this file in LibreOffice Writer and create a new heading style called Cinema with the following features. Subheadings are given in red. The new style should be created in heading 2 of the heading section. Font family Candavel, font size 110%, font color indigo outline. Give the style cinema to all subheadings in the article. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലെ ഇന്ത്യൻ സിനിമ എന്ന ഫയൽ തുറക്കുന്നു. പുതിയ സ്റ്റൈൽ നിർമ്മിക്കുവാനായി സ്റ്റൈൽ ബോക്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. മോർ സ്റ്റൈൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഹെഡിംഗ് 2 എന്നതിലാണ് സ്റ്റൈൽ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഹെഡിംഗ് 2 സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പേര് കൊടുക്കുവാൻ വേണ്ടി ഓർഗനൈസർ ടാബ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സിനിമ എന്ന് സ്റ്റൈലിന് പേര് നൽകുന്നു. ഇനി ചെയ്യുവാനുള്ളത് ഫോണ്ട് ഫാമിലി കാൻഡറൽ. അതിനായി ഫോണ്ട് ടാബ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫോണ്ട് ഫാമിലി കാൻഡറൽ എന്നാക്കി മാറ്റുന്നു. കാൻഡറലായി. ഫോണ്ട് സൈസ് 110%. ഇപ്പോൾ 115 അത് 110 ആക്കുന്നു. ഫോണ്ട് കളർ ഇൻഡിഗോ ഔട്ട്ലൈനാണ്. അത് ശരിയാക്കാൻ ഫോണ്ട് ഇഫക്ട്സ് ടാബ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കളർ ശരിയാക്കുക. ഇവിടെ ഇൻഡിഗോ എന്ന കളർ സെലക്ട് ചെയ്യുന്നു. ഇനി ഔട്ട്ലൈൻ എന്നതുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്തു. ഇനി അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹെഡിംഗ് 2-ൽ ഇടതുഭാഗത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നിർമ്മിച്ച സ്റ്റൈൽ കാണാവുന്നതാണ്. ലേഖനത്തിലുള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും സിനിമ എന്ന സ്റ്റൈൽ നൽകേണ്ടതുണ്ട്. ഉപശീർഷകങ്ങൾ ചുവപ്പ് നിറത്തിലുള്ളവയാണ്. ഒരു ഉപശീർഷകം സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ നിർമ്മിച്ച സ്റ്റൈൽ അതിന് നൽകുകയാണ്. സിനിമ എന്ന സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ ഉപശീർഷകങ്ങളും സെലക്ട് ചെയ്യുന്നു. സിനിമ എന്ന സ്റ്റൈൽ നൽകുന്നു. കൺട്രോൾ കീ ശ്രദ്ധിച്ച് ഉപയോഗിക്കാമെങ്കിൽ എല്ലാ ഉപശീർഷകങ്ങളും ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒന്നിച്ച് എല്ലാ ഉപശീർഷകങ്ങളും കൺട്രോൾ കീ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ സിനിമ എന്ന് നമ്മൾ നിർമ്മിച്ച സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എല്ലാ സബ് ഹെഡിങ്ങുകളിലും സിനിമ എന്ന സ്റ്റൈൽ വന്നു കഴിഞ്ഞു. ഇനി ഫയൽ സേവ് ചെയ്യാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം 10 ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയൽ നാമം ഇവിടെ നൽകുന്നു. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ നമ്മളുടെ രജിസ്റ്റർ നമ്പറിലേക്ക് സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു.